രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് പിന്നാലെ തൃശൂരിലും വോട്ട് ക്രമക്കേട് ആരോപണം ചൂടുപിടിക്കുകയാണ്. LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഉയർത്തിയ ആരോപണം തള്ളി BJP രംഗത്തെത്തിയപ്പോൾ ആരോപണത്തെ കോൺഗ്രസ് പിന്തുണച്ചു. എന്നാൽ ആരോപണത്തെക്കുറിച്ച് ഇപ്പോൾ പറയാനില്ല എന്നാണ് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചത്. VS സുനിൽകുമാർ ഇപ്പോൾ ഉയർത്തുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ കോൺഗ്രസ് പരാതിയായി ചൂണ്ടിക്കാട്ടിയതാണെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു 3 കിലോമീറ്റർ അപ്പുറം ആലത്തൂർ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. കോലഴി പഞ്ചായത്ത് എന്ന് പറയുന്നത് ആലത്തൂർ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമാണ്. അവിടെ നിന്നൊക്കെ കണ്ടമാനം ആൾക്കാരെ ചേർത്തിയിരിക്കുകയാണ്. അതൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു വാടക ഷീട്ടും തപാലിൽ ഒരു കത്തും വന്നാൽ വോട്ടായി. ഇപ്പോ ഇതിന് ചെയ്യുന്നത് പോലെ മറ്റു തരത്തിലുള്ള വെരിഫിക്കേഷൻസ് ഒന്നുമില്ല. സ്ഥിരതാമസക്കാരാണെന്ന് കാണിക്കാൻ പഞ്ചായത്തിൽ നിങ്ങൾക്ക് വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിനെ കുറിച്ച് KPCC അന്വേഷിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമാക്കി. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം കൃത്യമായ വോട്ടർ പട്ടികയാണ്. എന്നാൽ രാജ്യത്തെ നടുക്കിയ സംഭവവികാസങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽജി ആ കാര്യങ്ങൾ നേരത്തെ ഉന്നയിക്കുന്നതാണ്. അതിന് ഇതുവരെയും ഇലക്ഷൻ കമ്മീഷനോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കോ യാതൊരു മറുപടിയും നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂരിൽ മാത്രം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ കാര്യങ്ങളാണ് തൃശ്ശൂർ DCC പറഞ്ഞിട്ടുള്ളത്. അതേസമയം സുനിൽകുമാറിനെതിരെ കടുത്ത പരാമർശവുമായി BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് രംഗത്തെത്തി. പരാജയത്തെ പരാജയമായി കാണുവാൻ സാധിക്കാത്തത് രോഗമാണ്. സുനിൽകുമാറിനെയും UDFനെയും ബാധിച്ചിരിക്കുന്ന രോഗം അതാണ്. ശ്രീ സുരേഷ് ഗോപി MP വിജയത്തെ അംഗീകരിക്കുവാൻ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും സാധിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നത്. വരും ദിവസങ്ങളിൽ വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനുള്ള ഒരുക്കത്തിലാണ് LDFും UDFും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.